കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. പാർട്ടി ആശയങ്ങളെ തന്നെ ബലികഴിച്ചുകൊണ്ട് രഹസ്യ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് പിണറായി സർക്കാർ. സർക്കാർ എന്ന് പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല പൂർണ്ണമായിട്ടും. പിണറായി വിജയൻ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ഉൽപ്പന്നമാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം NEP-യും ഈ PM ശ്രീയും എന്നാണ് CPM-ൻ്റെ ഭാഷ്യമുണ്ടായിരുന്നത്. ക്ലിയറായിട്ട് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ഉൽപ്പന്നം. ഈ ഉൽപ്പന്നം എവിടെയാണ് ഡൈല്യൂട്ട് ചെയ്ത് പോയതെന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. ഒരു ഘടകകക്ഷിയെപ്പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്തരം വിവാദമായിട്ടുള്ള തങ്ങളുടെ സ്വന്തം നിലപാട് മാറ്റി ഈ പദ്ധതി സ്വീകരിക്കാൻ എന്തു ചെയ്തോ വികാരമാണ് മുഖ്യമന്ത്രിക്കുണ്ടായിരിക്കുന്നത്. വളരെ വർഷങ്ങളായിട്ടുള്ള സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള CPI-യുടെ ആശയപരമായ വിമർശനങ്ങളെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ എന്താണ് കാരണം? ഇതാണ് കേരള ജനത ഇപ്പോൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേവലം കാശിന് വേണ്ടിയാണെന്നും പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല. ഇത് കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. ഓരോ ദിവസം കഴിയുന്നതും വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ്. BJP CPM-ൻ്റെ ബാന്ധവം അത്ര കഠിനമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അവിടെ ആശയങ്ങൾക്ക് പ്രസക്തിയില്ല, തങ്ങളുടെ പാർട്ടിയുടെ നിലപാടുകൾക്ക് പ്രസക്തിയില്ല, വർഗീയതയ്ക്കെതിരായുള്ള പോരാട്ടത്തിന് പ്രസക്തിയില്ല. എല്ലാം സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ്. ഇതാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ മുന്നണിയിൽ CPI ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ CPI പോലും പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. തങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ഘടകകക്ഷിയുടെ നിലപാട്, അത് CPM എടുത്ത നിലപാടാണ്. രണ്ട് പാർട്ടികളും എടുത്ത നിലപാടാണ്. ഇത്തരം പദ്ധതി നാടിൻ്റെ മതേതര സങ്കല്പങ്ങളെയും വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന നല്ല ആശയങ്ങളെയും പിറകോട്ടടിക്കുന്നതാണ്, ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് എന്ന് പറഞ്ഞ അവർ തന്നെ ഇപ്പോൾ ഈ പദ്ധതി മഹത്വവൽക്കരിക്കുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത്. 2024 അവർ എഴുതിയ കത്ത് ഞാൻ കണ്ടു. 2024, ഇപ്പോൾ 25-ലല്ല, ഒരു വർഷം മുമ്പ് എഴുതിയ കത്ത് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വ്യക്തമാക്കുന്നത് അവർക്ക് മുന്നണിയൊന്നും പ്രശ്നമല്ല, ഘടകകക്ഷിയും പ്രശ്നമല്ല, CPI ഒന്നൊരു പ്രശ്നമല്ല. അവർക്ക് ഈ അജണ്ട, രഹസ്യ അജണ്ട നടത്തി തീർക്കുക എന്നുള്ളതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് കേരളത്തിലെ സാമാന്യം ബോധ്യമുള്ള എല്ലാവർക്കും അറിയാം. കടുത്ത നടപടി CPI സ്വീകരിക്കുകയാണെങ്കിൽ അവർ രാഷ്ട്രീയമായ അനാഥമാണ്. അതായത് അവരാണ് പറയേണ്ടത്. ഓരോ പാർട്ടിക്കും അടിസ്ഥാനപരമായി അവർ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം ഞങ്ങളുടെ നിലപാടുകളും ആശയങ്ങളുമാണെന്നാണ്. മതേതരത്വത്തിൽ വെള്ളം ചേർക്കാൻ ഒരിക്കലും തയ്യാറാകില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിപ്പം കൃത്യമായിട്ടും സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് വ്യക്തമാണ്. ABVP-ക്ക് എന്ത് സന്തോഷമാണ്, വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് അഭിനന്ദിക്കാൻ എന്ത് സന്തോഷമാണ് അവർക്കുണ്ടായിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം ഒരു പദ്ധതിയുമായിട്ട് ഗവൺമെൻറ് തങ്ങളുടെ ആവശ്യം ഒന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല, കാത്തിരിക്കാൻ പോലും തയ്യാറായില്ല. മന്ത്രിസഭയിൽ അവർ വിയോജനക്കുറിപ്പ് പറഞ്ഞ അന്ന് വൈകുന്നേരം തന്നെ ഇത് ഒപ്പിടണമെന്നുള്ള നിർബന്ധ ബുദ്ധിയായിരുന്നു. ആ മെസ്സേജ് വരെ ക്ലിയർ ആണല്ലോ. CPI ഒന്നും കണക്കിലെടുക്കേണ്ട പാർട്ടിയല്ല എന്ന് പറയത്തക്കവണ്ണം എന്ത് നിർബന്ധ ബുദ്ധിയിലേക്കാണ് CPM പോയിരിക്കുന്നത്. CPI ആണ് തീരുമാനിക്കേണ്ടത്, ആലോചിക്കേണ്ടത്. CPI LDF വിടുകയാണെങ്കിൽ അവർ മുന്നണി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കും, അനാഥാവും. അല്ല, CPIയെ സംബന്ധിച്ചിടത്തോളം അവരാണ് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കേണ്ടത്. മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പം നമ്മളെ മുന്നിലില്ല. ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം നടപ്പാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് സംസ്ഥാന സെക്രട്ടറി ഇതിനെ ന്യായീകരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കർണാടകത്തിലായാലും തെലുങ്കാനയിലായാലും ഹിമാചലിലായാലും ഞങ്ങൾ ഈ പരിപാടി നടപ്പിലാക്കാൻ മുൻകൈ എടുത്തിട്ടില്ല, അഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ടില്ല. BJP ഗവൺമെൻറ്റുകൾ ഭരിച്ച കാലത്ത് ഈ പദ്ധതി അവർ കൊണ്ടുവന്നിരുന്നു. അത് കൃത്യമായിട്ടും ഞങ്ങളെ എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നും രാവിലെ രേവന്ത് റെഡ്ഡിയോട് സംസാരിച്ച് ഇതിലത്തെ ഒരാശയങ്ങളോടും പിന്നീട് ഞങ്ങൾ പൊരുത്തപ്പെട്ടിട്ടില്ല. കർണാടകത്തിൽ കൃത്യമായിട്ടും അല്ല, ഒപ്പിട്ടത് BJP ഗവൺമെൻറ് കാലത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയില്ല. സംഘപരിവാറിൻ്റെ അജണ്ട
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു കാര്യത്തിലും ഞങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. അത് ഒരു കാര്യം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, ഈ പദ്ധതിയുമായി വന്ന സമയത്ത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, പദ്ധതി വന്ന സമയത്ത് രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരാണ് ഇന്ത്യയിൽ ആദ്യമായി അതൊക്കെ അവർക്ക് പറയാനുള്ള ഓരോ ഒഴിവുകളിൽ പറയും. അവരുടെ പാർട്ടിയുടെ സ്വന്തം പാർട്ടി കോൺഗ്രസ്സിലെടുത്ത തീരുമാനത്തിന് എങ്ങനെയാണ് CPM സെക്രട്ടറി ന്യായീകരിക്കുന്നത്? അവരുടെ സ്വന്തം പാർട്ടി കോൺഗ്രസ്സല്ലേ എടുത്ത തീരുമാനം. ഞങ്ങളുടെ പാർട്ടി നോക്കിയിട്ടാണോ അവർ നിലപാടെടുക്കാറുള്ളത്? സ്വന്തം പാർട്ടി കോൺഗ്രസ് എടുത്ത നിലപാടിൽ വെള്ളം ചേർക്കാൻ എന്താണ് കാരണം? പാർട്ടി കോൺഗ്രസ് മാറ്റി പറഞ്ഞിട്ടുണ്ടോ? മാറ്റി തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇത് നല്ല പദ്ധതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ പാർട്ടി വിട്. ഞങ്ങളുടെ പാർട്ടി നിലപാട് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. രാഹുൽ ഗാന്ധി വളരെ ക്ലിയറായിട്ട് പലവട്ടം പല രീതിയിൽ പല കോൺവെർസേഷനും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പാർലമെൻറ്റിനകത്ത് ഞങ്ങൾ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. അതിനകത്ത് വേണ്ട. പക്ഷെ നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് എടുത്ത് കോൺഗ്രസ് ആണല്ലോ CPMൻ്റെ അന്തിമമായിട്ടുള്ള തീരുമാനം പറയേണ്ട വേദി. ആ പാർട്ടി കോൺഗ്രസ്സിൽ പോലും വന്ന ആശയങ്ങളെ വെള്ളം ചേർക്കാൻ എന്ത് ചെയ്തോ വികാരമാണ് നിങ്ങൾക്കുണ്ടായത്? നിങ്ങൾ പറ. ഇതിന് പിന്നിലെ താല്പര്യം എന്തായിരുന്നു? താല്പര്യം ഡീല് അത് ആർക്കാ മനസ്സിലാവാത്ത കൃത്യമായിട്ട്. ഇപ്പം BJP പിന്നെ CPI പോയാലും കുഴപ്പമൊന്നുമില്ല. ആ കുറച്ച് സീറ്റുകളിൽ കച്ചവടം ഉറപ്പിക്കാമല്ലോ എന്നാണ് CPM ചിന്തിക്കുന്നത്. മനസ്സിലായില്ലേ? അത് CPIക്കാർ മനസ്സിലാക്കണം. ഇനി മുന്നണിയിൽ ഉണ്ടായാലും ശരി ഈ കച്ചവടം തുടരും. മുന്നണിയിൽ ഉണ്ടായാലും ഈ കച്ചവടം തുടരും. മനസ്സിലായില്ലേ? തൃശ്ശൂർ CPIയുടെ സ്ഥാനാർത്ഥി തോറ്റിട്ടാണ് അതിൻ്റെ ഉദാഹരണമാണ് തൃശ്ശൂർ ലോക്സഭാ സീറ്റ്. അതുപോലെ CPI മത്സരിച്ച നിയമസഭാ സീറ്റുകളിലും അവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അവരെങ്ങനെയാണ് പോകണമെങ്കിൽ കൃത്യമാണ് സൂചനകൾ. പല നേതാക്കളും പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങൾ CPI പുറത്തേക്ക് വരണം, വഴിയാധാരമാകില്ല അല്ല, അതൊക്കെ ഓരോരാളുടെ ലോക്കൽ റിയാക്ഷൻസാണ്. ഇത്തരം കാര്യങ്ങളിലൊന്നും പാർട്ടിയോ മുന്നണിയോ ഒന്നും ഒരു അങ്ങനെ അത്തരം ഇമ്മച്യൂറായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അത്തരം തീരുമാനങ്ങളൊന്നും നമ്മളിപ്പോൾ പറയേണ്ട കാര്യമില്ല. ഇത് മുന്നണി മാറുന്നതോ മുന്നണിയിൽ നിൽക്കുന്നതോ പ്രശ്നമല്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും അവർ നിലനിൽക്കുന്ന ആശയങ്ങൾ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രശ്നമാണ്. ഇതിപ്പം ഐക്യമുന്നണിയിലേക്ക് വരിക, LDF വിട്ട് UDFിലേക്ക് വരിക, അങ്ങനെയുള്ള കാര്യത്തിലല്ല ഇതിനവർ. ബേസിക്കലായിട്ട് എടുത്തിരിക്കുന്ന ഏറ്റവും രാഷ്ട്രീയ രംഗത്ത് മതേതരത്വം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, സെക്യുലറിസം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതിൽ വെള്ളം ചേർത്തുകൊണ്ട് എവിടെയോ നടത്തിയിരിക്കുന്ന അന്ധമായിട്ടുള്ള കോംപ്രമൈസിനെ എങ്ങനെ അവർ ആശയപരമായി കൈകാര്യം ചെയ്യുന്നതാണ് രാഷ്ട്രീയ പാർട്ടി മുന്നേ. അതാണ് CPIയുടെ മുന്നിലെ ചോദ്യം. മുന്നണിയൊക്കെ പിന്നീടാണ്. ഈ പദ്ധതിയുടെ നിബന്ധനകളിൽ അന്നും ഇന്നും എതിർപ്പുണ്ട്. പക്ഷേ കേരളത്തിന് അർഹതപ്പെട്ട സഹായം കിട്ടണം എന്നുള്ളതാണ് MP ഗോവിന്ദൻ എന്ന് പറയുന്നത്. അർഹതപ്പെട്ട സഹായം കിട്ടുന്നതിന് വേണ്ടി എന്ത് കോംപ്രമൈസും തരുന്നൽ. ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളെടുക്കുന്ന നിലപാടുകൾ നിങ്ങൾ ഇതുമാത്രമല്ല മനസ്സിലാക്കേണ്ടത്. ഗവർണറുടെ യുദ്ധം പ്രഖ്യാപിച്ചു, ഇപ്പം ഗവർണറായിട്ട് കോംപ്രമൈസ്, ഓരോ ദിവസവും യുദ്ധം പിന്നെ കോംപ്രമൈസ്. ഇതെല്ലാം കൃത്യമായിട്ടൊരു കോംപ്രമൈസ് രാഷ്ട്രീയത്തിൻ്റെ തടവറയിലാണ് സാക്ഷാൽ ശ്രീ പിണറായി വിജയൻ. അത് CPMൻ്റെ അണികൾക്ക് പോലും ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CPMൻ്റെ അണികളെയും BJPയുടെ അണികളെയും രണ്ടും ഒരുപോലെ രണ്ടുപേരെയും ഒരുപോലെ ചതിക്കുകയാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും. ഇതുവരെ മനസ്സിലാക്കുമെന്നുള്ള കാര്യം സംശയമില്ല. ഓക്കെ.